ഹായ് ഓൾ. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റിയിൽ വേദന അനുഭവപ്പെടുന്നു. തുടർന്ന് അല്പനേരം നടക്കുമ്പോൾ വേദന മാറുന്നു. അതിനുശേഷം എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും വേദന അനുഭവപ്പെടുന്നു. പ്ലാന്റാർ ഫാഷ്യാറ്റിസ് അഥവാ പ്ലാന്റാർ ഫേഷ്യോപ്പതി. ഇതിന് പലപ്പോഴും പല ചികിത്സകൾ ചെയ്തിട്ടും വലിയ മാറ്റം ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. സാധാരണയായിട്ടുള്ള ഒരു പെയിൻ മാനേജ്മെൻറ്റും സ്ട്രെച്ചിങ് എക്സർസൈസിനേക്കാളും നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരു റിലീഫ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബയോമെക്കാനിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഈ പ്ലാന്റാർ ഫാഷ്യാറ്റിസ് ഉണ്ടാകുന്നതിൻ്റെ ബയോമെക്കാനിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്നൊന്ന് അറിഞ്ഞ് നമ്മൾ ചികിത്സിക്കാൻ ശ്രദ്ധിക്കുക. പ്ലാന്റാർ ഫാഷ്യാറ്റിസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിൽ ഉൾപ്പെട്ട ബയോമെക്കാനിക്കൽ ഫാക്ടേഴ്സും അതുകൂടാതെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും അതിൻ്റെ സിംറ്റംസും ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ബയോമെക്കാനിക്കൽ ഫാക്ടേഴ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ള ട്രീറ്റ്മെൻറ്റും 10 എക്സർസൈസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, നമ്മൾ ധരിക്കുന്ന ഷൂസ് ഏത് തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ചെരുപ്പ് ഏത് തരത്തിലുള്ളതാണ്. ചെരുപ്പിൻ്റെ അല്ലെ ഷൂസിൻ്റെങ്കിൽ ഫ്രണ്ട് വൈഡാണോ നാരോ ആണോ, നമ്മുടെ കാൽപാദം ഭൂമിയിൽ പതിയുന്നത് ഈ രീതിയിലാണോ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ കാലിൽ ആർച്ചസ് ഉണ്ട്, ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്, മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്, ട്രാൻസ്വേഴ്സ് ആർച്ച്. ഈ ആർച്ചുകൾ ചേർന്ന് ഇങ്ങനൊരു അലൈൻമെൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ കാൽപാദം ഭൂമിയിൽ ശരിയായ രീതിയിൽ വെയിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന ട്രൈപോഡ് പോയിൻറ്റ്സിൽ വെയിറ്റ് കൊടുത്താണോ നമ്മൾ നിൽക്കുന്നതും നടക്കുന്നതും. അടുത്ത പോയിൻ്റ് നമ്മുടെ കാലിൻ്റെ ആർച്ചസിനെ സംബന്ധിച്ചാണ്. നമ്മൾക്ക് ഒരു ഫ്ലാറ്റ് ഫീറ്റ് ആണോ അതോ ഉയർന്ന ആർച്ചാണോ ഉള്ളത്, അതനുസരിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാലിനുണ്ടോ. നാലാമത്തെ പോയിൻ്റ്, നമ്മുടെ ആർച്ചസിൻ്റെ പ്രോബ്ലം മൂലം കാല് ഇങ്ങനെ ചരിച്ച്, അതായത് നമ്മുടെ പെരുവിരലിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ കൊടുത്താണോ നിൽക്കുന്നത്, അതോ നമ്മുടെ ചെറിയ വിരലിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ കൊടുത്താണോ നിൽക്കുന്നത്. പിക്ചറിൽ കാണുന്നത് പോലെ നോർമലിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ കാലിന്. പോയിൻ്റ് നമ്പർ 5, നമ്മുടെ പെരുവിരൽ ഈ രീതിയിലേക്ക് ചരിഞ്ഞു പോകുന്നുണ്ടോ, രണ്ടാമത്തെ വിരലിൻ്റെ അടുത്തേക്ക് ചരിയുന്നുണ്ടോ. ഈ ബയോമെക്കാനിക്സ് പോയിൻ്റ് എല്ലാം തന്നെ നമ്മുടെ ഫുട്ട് അലൈൻമെൻറ്റിനെ ബാധിക്കുകയും എക്സസീവ് സ്ട്രെസ്സ് ഈ പ്ലാന്റാർ ഫേഷ്യയിൽ കൊടുക്കുന്നതിന് കാരണമാവുകയും വേദന പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുകയും മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും. അതിനെപ്പറ്റിയുള്ള പഠനങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇങ്ങനെ നമ്മുടെ അലൈൻമെൻറ്റിന് മാറ്റം ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഫാക്ടേഴ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ പെയിൻ മാനേജ്മെൻറ്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ വേദനയ്ക്ക് പരിഹാരം ഉണ്ടാകില്ല. പാദത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീൽ ബോൺ, ഇതിൻ്റെ പേര് കാൽക്കേനിയം എന്നാണ്. ഈ കാൽക്കേനിയം ബോണിനെ കാലിൻ്റെ വിരലുകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫേഷ്യ ഉണ്ട്. അതാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് അറിയപ്പെടുന്നത്. ഈ പ്ലാന്റാർ ഫേഷ്യ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പാദത്തിൻ്റെ ആർച്ചിനെ അത് സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഫേഷ്യ 3 തരത്തിൽ ഇറിറ്റേറ്റഡ് ആകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒന്ന് ഡീജനറേറ്റീവ് തിയറി, അതായത് കാലക്രമേണ ഇതിൻ്റെ കൊളാജന് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, അങ്ങനെ ഡീജനറേഷൻ ഉണ്ടാകുന്നു, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഇൻഫ്ലമേറ്ററി തിയറി, നമ്മൾ ഓവർ യൂസ് ചെയ്യുന്നതനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിൻ മൂലം ഫേഷ്യയ്ക്ക് വീക്ക്നെസ് ഉണ്ടാകുന്നു. മൂന്നാമത്തെ ഒരു ന്യൂറോജനിക് തിയറിയാണ്, അത് നെർവ് എൻട്രാപ്മെൻറ്റ് മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ 3 കാരണങ്ങൾ മൂലം ഈ ഫേഷ്യയ്ക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട്, ഇറിറ്റേഷൻ, അതാണ് പ്ലാന്റാർ ഫാഷ്യാറ്റിസ് അല്ലെങ്കിൽ ഫേഷ്യോപ്പതി എന്നറിയപ്പെടുന്നത്. ഈ പ്ലാന്റാർ ഫാഷ്യാറ്റിസ് ഉണ്ടാകുന്നതിൻ്റെ ബയോമെക്കാനിക്കൽ കോസസിനെ പറ്റി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതുകൂടാതെ ചില അനാട്ടമിക്കൽ ഫാക്ടേഴ്സ്, അതായത് പ്ലാന്റാർ ഫേഷ്യയുടെ തിക്നെസ്, പിന്നെ ഹീൽ സ്പർ, അതായത് നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാൽക്കനിൽ സ്പർ അല്ലെങ്കിൽ ഹീൽ സ്പർ കാണാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഫാറ്റ് പാഡ് അട്രോഫി, ഇങ്ങനെയുള്ള അനാട്ടമിക്കൽ ഫാക്ടേഴ്സും പ്ലാന്റാർ ഫാഷ്യാറ്റിസിന് കാരണമാകുന്നു. ചില ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സായ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പൊണ്ണത്തടി, ഇൻഫ്ലമേഷന്, മസിലിനുണ്ടാകുന്ന ഇംബാലൻസും ഒക്കെ ഇതിന് കാരണമാകാറുണ്ട്. ചില ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കാണാവുന്നതാണ്. അത് ആർക്കൊക്കെയാണ് അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ, അതൊന്ന് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും എക്സസീവ് പ്രൊനേഷൻ, അതായത് ഈ ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവർക്ക് ഇത് കാണാം. എക്സസീവ് റണ്ണിങ്, അങ്ങനെ ഹിസ്റ്ററി ഉള്ളവർക്ക് കാണാം. പിന്നെ ഹൈ ആർച്ച്, നമ്മൾ ആർച്ചിനെ പറ്റി പറഞ്ഞു, അത് കൂടുതലുള്ളവർക്കും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ലിംബ് ലെങ്ത് ഡിസ്ക്രിപ്പൻസി, അതായത് ഒരു കാലിൻ്റെ നീളത്തിലുള്ള ഏറ്റക്കുറച്ചിൽ. പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 25-നേക്കാളും കൂടുതലാവുക. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ചില ജോലികൾ ലോങ് അവേഴ്സ് സ്റ്റാൻഡിങ് വേണ്ടി വരുന്നു. പോലീസ്മെൻ, ടീച്ചേഴ്സ്, സെക്യൂരിറ്റി ഗാർഡ്സ്. അതുകൂടാതെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിട്ടുള്ള ജോലിക്കും ഇങ്ങനെയുള്ള റിസ്ക് ഉണ്ടാകാറുണ്ട്.
ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റിയിൽ വേദന അനുഭവപ്പെടുന്നു. തുടർന്ന് അല്പനേരം നടക്കുമ്പോൾ വേദന മാറുന്നു. ഇതാണ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണം. ക്രമേണ എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു. തുടർന്ന് അധികനേരം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും വേദന കൂടുന്നു. രോഗത്തിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ സഹിക്കാനാകാത്ത വേദന നിരന്തരമായി കാൽ തറയിൽ തൊടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് പോയിൻ്റ്, പേഷ്യൻറ്റിൻ്റെ ഇഞ്ചുറിയുടെ സിവിയറിറ്റി അനുസരിച്ച് അവരുടെ സിംറ്റംസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് എത്ര ആഴ്ച അല്ലെങ്കിൽ എത്ര മാസം എടുക്കുമെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് ഈ വേദന കൂട്ടുന്നത്, പെയിൻഫുൾ ഏരിയയിൽ ഐസ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് ഈ സ്റ്റേജിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. നെക്സ്റ്റ് മാനുവൽ തെറാപ്പി ടെക്നിക്ക്. അതിൽ പ്രധാനമായിട്ടും മയോഫേഷ്യൽ റിലീസ്, ആക്റ്റീവ് റിലീസ് ടെക്നിക്ക്, ഫേഷ്യൽ മാനിപ്പുലേഷൻ, ഇൻസ്ട്രുമെൻ്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഓർത്തോട്ടിക് സപ്പോർട്ട്, അതായത് പ്രധാനമായിട്ടും നമ്മുടെ ബയോമെക്കാനിക്കൽ എറേഴ്സ് അനുസരിച്ചുള്ള ആർച്ച് സപ്പോർട്ട്, ഹീൽ സപ്പോർട്ട്, അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള ഷൂസ് കാര്യങ്ങൾ ഒക്കെ ആവശ്യമായി വരുന്നൊരു ഘട്ടമാണ്. ഇത് കൂടാതെ നമ്മൾ സാധാരണ ധരിക്കുന്ന ഷൂസ് അതെങ്ങനെയുള്ളതായിരിക്കണം? ഒരു വൈഡ് ടോ ബോക്സ് ഉള്ളതായിരിക്കണം, സോഫ്റ്റ് ബ്രീത്തബിൾ മെറ്റീരിയൽ ആയിരിക്കണം, ലോ ടു മോഡറേറ്റ് ഹീൽ ഹൈറ്റ് ഉള്ളതായിരിക്കണം, അഡ്ജസ്റ്റബിൾ ലേസിംഗ് ഉള്ളതായിരിക്കണം, ഓർത്തോട്ടിക് ഫ്രണ്ട്ലി ആയിരിക്കണം. ഈ പോയിൻ്റൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു ഷൂസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഗേറ്റ് സൈക്കിളിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗേറ്റ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പല ഫേസസിലൂടെ നമ്മുടെ കാല് കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ പ്ലാന്റാർ ഫാഷ്യാറ്റിസ് വന്നവർക്കും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലുള്ള ബയോമെക്കാനിക്കൽ ആയിട്ടുള്ള എറേഴ്സ് ഉള്ളവർക്കും അവരുടെ ഗേറ്റ് സൈക്കിളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്സൊക്കെ മാറ്റമുണ്ടായിരിക്കും. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് ആ 10 എക്സർസൈസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാമപ്പ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ലോ ഇമ്പാക്റ്റ് ആക്ടിവിറ്റി, അതായത് കുറച്ച് നേരം നടക്കുക, ഒരു 5-10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ സ്റ്റേഷനറി ബൈസിക്കിൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരം ചവിട്ടുക, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ എക്സർസൈസ് ഹീൽ കോഡ് സ്ട്രെച്ച് ആണ്. ഇതിനു വേണ്ടി നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അൺഅഫക്റ്റഡ്, അതായത് അസുഖമൊന്നുമില്ലാത്ത കാല് മുന്നിൽ വെക്കുന്നു. നമ്മുടെ കാൽമുട്ടിൻ്റെ അവിടെ കുറച്ച് ബെൻഡ് ചെയ്താണ് നിൽക്കേണ്ടത്. അഫക്റ്റഡ് ലെഗ്, അതായത് വേദനയുള്ള കാല് നമ്മുടെ പുറകിലാണ് വെച്ചിരിക്കുന്നത്. രണ്ട് കാലിൻ്റെയും പാദം ഫ്ലോറിൽ നല്ലതുപോലെ ഉറപ്പിച്ച് വെച്ചു. അതിനുശേഷം നമ്മുടെ ഹിപ്പിൻ്റെ അവിടുന്ന് നമ്മൾ മുന്നോട്ടേക്ക് ഒന്ന് ആഞ്ഞു കൊടുക്കുക. അങ്ങനെ ആഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് പുറകിലത്തെ കാലിൽ കുറച്ച് വേദന അനുഭവപ്പെടും. ആ സ്ട്രെച്ച് നമ്മളൊരു 10 സെക്കൻഡ്, തുടക്കക്കാരാണെങ്കിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾക്കൊരു 30 സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. 30 സെക്കൻഡ്സിന് ശേഷം 30 സെക്കൻഡ്സ് അത് റിലാക്സ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ടവൽ സ്ട്രെച്ചാണ്. പിക്ചറിൽ കാണുന്നത് പോലെ രണ്ട് കാലും നമ്മൾ നീട്ടി ഇരിക്കുകയാണ്. ഈ കാണുന്ന പോലെ ടവൽ ഒരു ലൂപ്പ് പോലെ കാൽപാദത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ ഡയറക്ഷനിൽ വലിക്കുക. ഒരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. മുട്ടുമടങ്ങി പോകരുത്. അതിനുശേഷം 30 സെക്കൻഡ്സ് റിലാക്സ് ചെയ്യുക. എക്സർസൈസിൻ്റെ തുടക്കത്തിൽ 10 സെക്കൻഡ്സ് ഹോൾഡ്, 10 സെക്കൻഡ്സ് റിലാക്സേഷൻ, അങ്ങനെ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ 30 സെക്കൻഡ്സ് ആക്കുന്നതാണ് നല്ലത്. എക്സർസൈസ് നമ്പർ 3 കാഫ് റൈസ്. പിക്ചറിൽ കാണുന്നത് പോലെ ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെ നമ്മുടെ അഫക്റ്റഡ് ലെഗ് ലെഫ്റ്റ് ലെഗ് ആണെന്ന് കൺസിഡർ ചെയ്യുക. രണ്ട് കാലിൻ്റെയും പാദം ഭൂമിയിൽ അമർത്തി നിൽക്കുക. അതിനുശേഷം നമ്മുടെ വലത്തെ കാല് പിക്ചറിൽ കാണുന്നത് പോലെ ബെൻഡ് ചെയ്യുക. ശേഷം ഇടത്തെ കാലിൻ്റെ ഹീല് മാത്രം ഉയർത്തുക. അങ്ങനെ ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 10 സെക്കൻഡ്സ് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗിൻ്റെ മുട്ട് മടക്കാതെ വേണം നമ്മൾ ഹീല് ഉയർത്തേണ്ടത്. നെക്സ്റ്റ് എക്സർസൈസ് ബോൾ റോളാണ്. ഒരു കസേരയിലിരിക്കുക. രണ്ട് പാദവും ഫ്ലോറിൽ വെച്ചിരിക്കുകയാണ്. പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ വേദനയുള്ള കാലുപയോഗിച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ബോൾ റോൾ ചെയ്യുക. എക്സർസൈസ് നമ്പർ 5 മാർബിൾ പിക്കപ്പ്. ഈ എക്സർസൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കസേരയിലിരിക്കുക. രണ്ട് പാദവും ഫ്ലോറിൽ ഉറപ്പിച്ചു വെക്കുക.
അതിനുശേഷം ഒരു 20 മാർബിൾസ് ചെറിയ പീസസ് ഫ്ലോറിലിടുക. കാൽ വിരലുകൾ ഉപയോഗിച്ച് ഓരോ മാർബിളും പൊക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ഈ ഫുട്ട് മസിൽസിനെയൊക്കെ നല്ലതുപോലെ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. എക്സർസൈസ് നമ്പർ 7 ടവൽ കേൾസ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു കസേരയിലിരിക്കുന്നു, 2 പാദവും ഫ്ലോറിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കാൽവിരലുകൾ ഉപയോഗിച്ച് ഒരു ടവലിൻ്റെ സെൻറ്ററിൽ നിന്ന് അത് ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനു വേണ്ടി നമ്മളൊരു കസേരയിലിരിക്കുന്നു. നമ്മുടെ അഫക്റ്റഡ് ലെഗ്, അതായത് ലെഫ്റ്റ് ലെഗ്, അതിൻ്റെ പാദം ഫ്ലോറിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കാലിൻ്റെ പെരുവിരൽ ഉപയോഗിച്ച് എയറിൽ, വായുവിൽ നമ്മൾ ഓരോ അക്ഷരങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ജോയിൻസ് ഒക്കെ നല്ലതുപോലെ അനങ്ങുന്നത് കാണാം. നെക്സ്റ്റ് എക്സർസൈസ് ആംഗിൾ ഡോർസിഫ്ലെക്ഷൻ ആൻഡ് പ്ലാന്റാഫ്ലെക്ഷൻ. ഇതൊരു റെസിസ്റ്റഡ് എക്സർസൈസ് ആണ്. ഇതിനു വേണ്ടി ഒരു എലാസ്റ്റിക് ബാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഡോർസിഫ്ലെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ബാൻഡ് നമ്മളെ വലിക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ പാദം ആക്കുന്നത്. ഇവിടെ നമ്മുടെ പെരുവിരലും അതിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് നമ്മളുടെ മുഖത്തിനെ ഫേസ് ചെയ്ത് നമ്മളെ കാലാക്കുന്നു. ബാൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിക്കുന്നു. ഇനി പ്ലാന്റാഫ്ലെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കാൽപാദം താഴേക്കാണ് ചെയ്യുന്നത്. പക്ഷേ ബാൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ കയ്യിൽ പിടിച്ചാണ് വലിക്കുന്നത്. അങ്ങനെ വലിക്കുന്നു, പതുക്കെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലോട്ട് തിരിച്ചു പോകുന്നു. അതൊരു 10 പ്രാവശ്യം ചെയ്യുക. കാല് നീട്ടി തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മുട്ട് മടക്കരുത്. എക്സർസൈസ് നമ്പർ 9 സിംഗിൾ ലെഗ് ബാലൻസ്. ഒരു കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഉള്ള ശ്രമം. പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ 2 കാലും ആദ്യം ഫ്ലോറിൽ വെക്കുക. അതിനുശേഷം വലത്തെ കാല് ഉയർത്തി മടക്കി പിടിക്കുക. ഇടത്തെ കാലിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 സെക്കൻഡ്സ് ആദ്യം ട്രൈ ചെയ്യുക. സപ്പോർട്ട് പോകുന്നുണ്ടെന്ന് തോന്നിയാൽ ഒരു കസേരയിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ പിടിക്കാൻ ശ്രമിക്കുക. ഒരു 30 സെക്കൻഡായിട്ട് അത് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നോക്കുക. എക്സസൈസ് നമ്പർ 10 പ്ലാന്റാഫേഷ്യ സ്ട്രെച്ച്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഉടനെ തന്നെ കാല് നിലത്ത് കുത്തുമ്പോൾ അമിത വേദന ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രെച്ചാണ് ഇത്. ഇതുപോലെ കാല് എടുത്ത് മടക്കി നമ്മുടെ തുടയിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ വേദനയുള്ള കാൽപാദം ഇങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. ഒരു 10 to 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. വേണമെങ്കിൽ നമ്മൾക്ക് ഈ ഡയറക്ഷനിൽ, ആരോ കാണുന്ന ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഇഫക്റ്റീവാണ്.